നമസ്കാരം. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ നാടകീയമായ മാറ്റങ്ങൾ പ്രകടമാകുന്നു. യുക്രൈൻ റഷ്യ യുദ്ധം സമാധാനത്തിൻ്റെ പാതയിലേക്ക് നീങ്ങുമ്പോൾ ലോകത്തിൻ്റെ ശ്രദ്ധ ഇപ്പോൾ പശ്ചിമേഷ്യയിലെ പുതിയ പടയൊരുക്കങ്ങളിലേക്കാണ്. സമാധാന കരാറിനായിട്ടുള്ള ചർച്ചകൾക്കിടയിലും അമേരിക്കൻ യുദ്ധക്കപ്പലുകളെ തകർക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനം മേഖലയെ വീണ്ടും യുദ്ധമുനമ്പിലാക്കിയിരിക്കുകയാണ്. യുക്രൈനിൽ സമാധാനം സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത റഷ്യയെ മധ്യസ്ഥനാക്കി ഇറാൻ വിഷയം പരിഹരിക്കാൻ അമേരിക്ക ശ്രമിക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. യുക്രൈനിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുന്നുണ്ടെങ്കിലും പശ്ചിമേഷ്യയിൽ ആർക്കും എത്തും പിടിയുമില്ലാത്ത അവസ്ഥയാണ്. ഒമാൻ ഉൾക്കടലിൽ 2 ഇറാൻ എണ്ണക്കപ്പലുകളെ അമേരിക്ക തകർത്തതോടെ സമാധാന ചർച്ചകൾ വഴിമുട്ടി. തങ്ങളുടെ കപ്പലുകൾക്ക് നേരെ ഇറാനിയൻ നീക്കമുണ്ടായാൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താവളങ്ങളും കപ്പലുകളും ചാരമാക്കുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സമാധാന കരാറിനായി ഡൊണാൾഡ് ട്രംപ് കാത്തിരിക്കുമ്പോഴാണ് ഈ ഭീഷണി. ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള പുതിയ വെളിപ്പെടുത്തലുകൾ അമേരിക്കയെ കുറച്ചൊന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത്. 200ഓളം അണുബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ പ്ലൂട്ടോണിയം ശേഖരം ഇറാന്റെ പക്കലുണ്ടെന്ന് ആണവ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കാൾ പ്ലൂട്ടോണിയം ശേഖരത്തെക്കുറിച്ചുള്ള നിബന്ധനകൾ പുതിയ കരാറിൽ ഉൾപ്പെടുത്താൻ വൈറ്റ് ഹൗസ് കടുത്ത സമ്മർദ്ദത്തിലാണ്. ബുഷർ അരാക് റിയാക്ടറുകൾക്ക് മേൽ കർശന നിരീക്ഷണം വേണമെന്ന് വിദഗ്ധർ ആവശ്യപ്പെടുന്നു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപുമായി സഹകരിച്ച വ്ളാഡിമിർ പുടിൻ ഇറാൻ വിഷയത്തിൽ നിർണായക പങ്ക് വഹിക്കുമോ എന്നാണ് നയതന്ത്ര ലോകം ചർച്ച ചെയ്യുന്നത്. ഇറാനുമായി അടുത്ത ബന്ധമുള്ള റഷ്യയെ ഉപയോഗിച്ച് ടെഹ്റാനെ മെരുക്കാൻ ട്രംപ് ശ്രമിച്ചേക്കാം. പശ്ചിമേഷ്യയിൽ ഇറാൻ വഴങ്ങുന്നില്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റിന്റെ ഇടപെടൽ അമേരിക്കയ്ക്ക് ഗുണകരമാകും. എണ്ണ വിപണിയും സുരക്ഷയും കണക്കിലെടുത്ത് അത്തരമൊരു നീക്കത്തിന് സാധ്യതയേറെയാണ്. നയതന്ത്ര പരിഹാരങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴും സൈനിക നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന അമേരിക്കൻ ശൈലിയെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. അമേരിക്കയുടേത് അശ്രദ്ധമായ സൈനിക സാഹസികത എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള തർക്കം പരിഹരിക്കപ്പെടാത്തത് ആഗോള എണ്ണ വിപണിയും പ്രതിസന്ധിയിലാക്കുകയാണ്. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ പ്രൊജക്ട് ഫ്രീഡം എന്ന പദ്ധതിയിലേക്ക് അമേരിക്ക മടങ്ങുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. വാണിജ്യ കപ്പലുകൾക്ക് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ സുരക്ഷയൊരുക്കുന്ന ഈ പദ്ധതി കൂടുതൽ വിപുലമായി നടപ്പിലാക്കാനാണ് തീരുമാനം. ഇറാന്റെ മിസൈൽ വിതരണക്കാർക്ക് മേൽ ശനിയാഴ്ച അമേരിക്ക കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. സാമ്പത്തിക രോഷം എന്നാണ് ട്രഷറി വിഭാഗം ഇതിനെ വിശേഷിപ്പിക്കുന്നത്. റഷ്യയുമായിട്ടുള്ള യുദ്ധം അവസാനിക്കുന്നതോടെ വ്ളാഡിമിർ പുടിന് അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കാനുള്ള ശ്രമത്തിലാണ്. ഈ സാഹചര്യം മുതലെടുത്ത് ഇറാന്റെ ആണവ മോഹങ്ങളെ നിയന്ത്രിക്കാൻ റഷ്യൻ ഇടപെടൽ ഉണ്ടാകുമെന്നും കരുതപ്പെടുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾ പലപ്പോഴും പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥത അനിവാര്യമാണ്. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഇറാന്റെ അരാക് ആണവ നിലയം 2 തവണ ഇസ്രായേൽ ആക്രമിച്ചിരുന്നു. ഇത് ഇറാന്റെ അപ്രമാദിത്വത്തിന് വലിയ തിരിച്ചടിയായിരുന്നു. എങ്കിലും റിയാക്ടറുകൾ വീണ്ടും പുനർനിർമ്മിക്കാൻ ഇറാൻ ശ്രമിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. ഈ ഘട്ടത്തിൽ ഒരു സമാധാന കരാർ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മേഖലയിൽ വീണ്ടും ഒരു വൻ യുദ്ധത്തിന് കളമൊരുങ്ങും. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം യുക്രൈൻ വിഷയം പോലെ എളുപ്പമല്ല പശ്ചിമേഷ്യ. ഇറാന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഉറപ്പുകൾ ലഭിക്കാൻ കടുത്ത സമ്മർദ്ദം ചെലുത്തേണ്ടി വരും. റഷ്യയുടെ സഹായം ഈ പാതയിൽ എത്രമാത്രം ഉപകരിക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടുന്നത്. ഇറാന്റെ പക്കൽ നിന്നുള്ള മറുപടിക്കായി വൈറ്റ് ഹൗസ് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. വെടിനിർത്തൽ നിലവിലുണ്ടെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഹോർമുസ് കടലിടുക്കിലെ സംഘർഷാവസ്ഥ തുടരുന്നുമുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയെങ്കിലും അത് ലക്ഷ്യം കണ്ടിരുന്നില്ല. അമേരിക്കൻ ആക്രമണങ്ങളെ കേവലം സ്നേഹപൂർവ്വമുള്ള ഒരു തട്ടെന്ന് വിശേഷിപ്പിച്ച ട്രംപ് സമാധാന ചർച്ചകളിൽ തനിക്ക് ശുഭപ്രതീക്ഷയുണ്ടെന്ന് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. സമാധാന ഉടമ്പടി ഒപ്പിടാൻ ഇറാൻ തയ്യാറായില്ല എങ്കിൽ ഭാവിയിൽ ഇതിലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ഭീഷണി മുഴക്കിയിരുന്നു.